welcome back to my YouTube channel. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ 2021 ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മളൊരു കുറച്ച് അയില ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇതെന്റെ ഇളയമയാണ് ചെയ്തു തരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അത് കയറി നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇടത്തരം വലിപ്പമുള്ള അയിലാണ് എടുത്തേക്കണത്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നല്ലോണം വൃത്തിയാക്കിയ ശേഷം പതിയെ ഞെക്കി അതിൻ്റെ മാംസം പുറത്തേക്ക് എടുക്കണം. അത് മൊത്തത്തിൽ പുറത്തെടുത്തതിന് ശേഷം നമ്മൾ അത് ഉപയോഗിച്ചൊരു ഫില്ലിംഗ് ഉണ്ടാക്കും. അത് നമ്മൾ തിരിച്ച് അതിലേക്ക് തന്നെ വെക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഞെക്കി എടുക്കുമ്പോഴേക്കും അത് പൊട്ടാതെ ശ്രദ്ധിക്കുക. ആ മുള്ളൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റിയെടുക്കുക. വാൽഭാഗത്തിൻ്റെ അവിടെ നിന്ന് ഒടിച്ച് ആ വലിയ മുള്ളും കൂടി ഒന്ന് മാറ്റിയെടുക്കുക. മാംസമൊക്കെ പുറത്തെടുത്ത് പൊട്ടാതെ ഇതേപോലെ എടുക്കുക. ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് അരമുറി തേങ്ങ ചിരകിയത്, ചെറിയുള്ളി ഒരു 4 എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളിയും വേപ്പിലെടുത്തിട്ടുണ്ട്. ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് ചേർത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുള്ളൂ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മീനിൻ്റെ മാംസം എടുത്തു വെച്ചതും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എത്ര മീൻ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ തിരിച്ചു വയ്ക്കാം. നമ്മൾ ഈ ഫില്ലിങ് മീനിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പൊട്ടാതെ നോക്കണമെന്ന് പറഞ്ഞത്. എല്ലാ മീനും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സവാള, ചെറിയുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോഴേക്ക് 2 വറ്റൽമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 പച്ചമുളകും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നല്ലോണം വഴന്നു വരുമ്പോൾ ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, 1 തേങ്ങയാണ് എടുത്തേക്കണം, അതിൻ്റെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലോണം തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്തെടുത്ത മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് നല്ല പോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ഇപ്പം നല്ലോണം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കണം അതിലേക്ക്. ഫ്ലെയിം ഓഫ് ചെയ്യാൻ എന്നിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് അയില റെഡി ആയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ അടുത്ത പ്രാവശ്യം അയില വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ.